ഹലോ ഗൈസ്, KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ 2021 ഡിസംബർ മാസം നടന്നിട്ടുള്ള KTU എക്സാമിൻ്റെ മൊഡ്യൂൾ 1, 2, 3 3 മൊഡ്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ മൊഡ്യൂൾ 4ൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൊഡ്യൂൾ 4 സിലബസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. വളരെ ചെറിയ സിലബസ് ആണ്, ഫുൾ തിയറി. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദി സ്റ്റേജസ് ഇൻവോൾവ് ഇൻ നോർമലൈസിങ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്? സോ ഇത് മൊഡ്യൂൾ 3 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് HSLA സ്റ്റീൽ? ഹൈ സ്ട്രെങ്ത് ലോ അലോയ് സ്റ്റീൽ. ഹൈ സ്ട്രെങ്ത് ലോ അലോയ് സ്റ്റീൽ. സോ എന്താണെന്ന് നോക്കാം. ഹൈ സ്ട്രെങ്ത് ലോ അലോയ് സ്റ്റീൽ. എന്താണ് ഹൈ സ്ട്രെങ്ത് ലോ അലോയ് സ്റ്റീൽ? ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് മൈക്രോ അലോയിഡ് സ്റ്റീൽ. ഓക്കെ, മൈക്രോ അലോയിഡ് സ്റ്റീൽ. ദേ ആർ ലോ കാർബൺ സ്റ്റീൽസ്. അപ്പോൾ എന്താണ്? ലോ കാർബൺ സ്റ്റീലുകളാണ്. അവയെ വിളിക്കുന്ന മറ്റു പേരാണ് മൈക്രോ അലോയിഡ് സ്റ്റീൽ. ഇതിൽ വളരെ കുറച്ച് എമൗണ്ട് അലോയിങ് എലമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ, സച്ചാസ് നിയോബിയം, വനേഡിയം, ടൈറ്റാനിയം, മോളിബ്ഡിനം, ബോറോൺ. ഓക്കെ, ഇതൊക്കെയാണ് ഇതുണ്ടാവുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഹൈ സ്ട്രെങ്ത് ആണ്. HSLA എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ സ്ട്രെങ്ത്. ഫുൾ ഫോം അടിച്ചോളൂ കേട്ടോ. ഹൈ സ്ട്രെങ്ത് ലോ അലോയ്. ഓക്കെ, ഹൈ സ്ട്രെങ്ത് ലോ അലോയ് സ്റ്റീൽ. ഇതിനെന്താണുള്ളത്? ഹൈ സ്ട്രെങ്ത് ആണുള്ളത്. അലോയിങ് എലമെന്റ് എന്താണ്? ലോ ആണ്. ഓക്കെ, പേര് തന്നെയുണ്ട്. പേര് കാണാൻ പഠിച്ചാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടി. ഇനി ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്? കാറ്, ട്രക്ക്, ക്രെയിന്, ബ്രിഡ്ജ്, റോളർ. ഓക്കെ, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ഇവിടേക്ക് വെരി ഹൈ ലാർജ് എമൗണ്ട് ഓഫ് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യേണ്ട വസ്തുക്കളാണ് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് നമ്മൾ ഈ പറയുന്ന HSLA സ്റ്റീൽ ഉപയോഗിക്കുന്നു. കുഴപ്പമില്ല. ഇതാണ് ഹൈ സ്ട്രെങ്ത് ലോ അലോയ് സ്റ്റീൽ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് നമുക്ക് essay ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ നോക്കാം. 1, എക്സ്പ്ലെയിൻ ദി ഫിനോമിന ഓഫ് റിക്കവറി, റീക്രിസ്റ്റലൈസേഷൻ ആൻഡ് ഗ്രെയിൻ ഗ്രോത്ത്. എന്താണ്? സെയിം ക്വസ്റ്റ്യൻ 2022 ഡിസംബർ മാസം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ഹൗ ബോസ്റ്റിംഗർ എഫക്റ്റ് ഹെൽപ്സ് ഇൻ മെറ്റൽ ഫോമിംഗ് ഓഫ് മെറ്റീരിയൽസ്. ബോസ്റ്റിംഗർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നോക്കാം. സോ എന്താണ് റിക്കവറി, റീക്രിസ്റ്റലൈസേഷൻ, ഗ്രെയിൻ ഗ്രോത്ത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒന്നുകൂടെ പറയാം. എന്താണ്? ഫസ്റ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഫിഗറാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഫിഗർ എന്താണ് കാണിച്ചിരിക്കുന്നത്? നമ്മളൊരു മെറ്റീരിയൽ കൺസിഡർ ചെയ്യുക. ആ മെറ്റീരിയൽ നമ്മൾ എന്താണ്? ഡീഫോം ചെയ്യുകയാണ്. ചുമ്മാ ഒരു മെറ്റീരിയൽ അതിനെ ഡീഫോം ചെയ്യാണ്. കോൾഡ് വർക്ക് ചെയ്യാണ്, അതായത് ഹീറ്റ് ചെയ്യാതെ വെറുതെ ഡീഫോം ചെയ്യാണ്. അതിനെ ഡീഫോം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് നമ്മൾ ഡീഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ അകത്ത് സംഭവിക്കും റെസിഡുവൽ സ്ട്രെസ്സസ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. റെസിഡുവൽ സ്ട്രെസ്സസ് ക്രിയേറ്റ് ചെയ്യും. ഇനി ഇങ്ങനെ ഡീഫോം ചെയ്ത ഈ മെറ്റീരിയലിനെ നമ്മൾ ഹീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇനി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ ഉണ്ടാകുന്ന 3 പ്രോസസ്സുകളായി കാണിച്ചിരിക്കുന്നത്. 3 പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? 3 പ്രോസസ്സ് എന്ന് പറയുന്നത്: 1 റിക്കവറി, 2 റീക്രിസ്റ്റലൈസേഷൻ, 3 ഗ്രെയിൻ ഗ്രോത്ത്. ഈ 3 പ്രോസസ്സ് ഹാപ്പൻ ചെയ്യും. നമ്മൾ ഡീഫോം ചെയ്ത അല്ലെങ്കിൽ കോൾഡ് വർക്ക് ചെയ്ത മെറ്റീരിയലിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന 3 സ്റ്റേജുകളാണ്. ഇനി ഇതെന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? റിക്കവറി. സംഭവം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. എക്സ് ആക്സിൽ അനീലിംഗ് ടൈമാണ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ടൈം, വൈ ആക്സിൽ ഡക്റ്റിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡക്റ്റിലിറ്റിയും ഈൽഡ് സ്ട്രെങ്ത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 കർവ് വരച്ചാൽ കണ്ടാ. അതിൽ ഓർമ്മ എന്താണ്? ഈൽഡ് സ്ട്രെങ്ത്തിൻ്റെ കർവാണ്, ഓർമ്മ എന്താണ്? ഡക്റ്റിലിറ്റിയുടെ കർവാണ്. സോ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ സാധനം മാറുന്നുണ്ട്. സോ ഈൽഡ് സ്ട്രെങ്ത് ആദ്യം ഇനീഷ്യലി കുറയുന്നു, പിന്നെ മാക്സിമം ആവുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? ഒരു യൂണിഫോം സ്റ്റേജിലേക്ക് എത്തുന്നു. സിമിലർ ഒരു പാരലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡക്റ്റിലിറ്റിയും പോകുന്നത്. അതിനുള്ള ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ഫസ്റ്റ് ഡീഫോം ചെയ്ത മെറ്റീരിയൽ, അതാണ് ഈ A എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ മൈക്രോ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. A ഡീഫോംഡ് ആയിട്ടുള്ള ആ ക്രിസ്റ്റലിൻ്റെ മൈക്രോ സ്ട്രക്ചറായി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഈ കാണിച്ചിരിക്കുന്നുണ്ടോ? ഒരു വരകൾ വരച്ചിട്ടുണ്ടോ? ഇതെന്താ വര വരയ്ക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡുവൽ സ്ട്രെസ്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ വരകൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന റെസിഡുവൽ സ്ട്രെസ്സസ് ആണ്. അതായത് നമ്മൾ ഡീഫോം ചെയ്ത് കഴിഞ്ഞാൽ, കോൾഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ അകത്ത് എന്ത് ചെയ്യും? റെസിഡുവൽ സ്ട്രെസ്സസ് ഫോം ചെയ്യും. ഇനി ഈ മെറ്റീരിയൽ നമ്മൾ ഹീറ്റ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഹീറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അഥവാ B എന്ന സ്റ്റേറ്റിൽ നമ്മൾ ഇതിൻ്റെ മൈക്രോ സ്ട്രക്ചർ നമ്മൾ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയെന്ന് വിചാരിക്കാം. നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഹീറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന റെസിഡുവൽ സ്ട്രെസ്സസ് ഒക്കെ എന്തായി പൊക്കോളും? വാനിഷായി പൊക്കോളും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് റിക്കവറി എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ആ ഡീഫോർമേഷൻ മൂലം അല്ലെങ്കിൽ കോൾഡ് വർക്കിംഗ് മൂലം
ഫോം ചെയ്ത ഈ പറയുന്ന റെസിഡുവൽ സ്ട്രെസ്സസ് റിമൂവ് ആകുന്നു. സോ ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണെന്ത്? റിക്കവറി. റിക്കവറി എന്ന് പറയുന്നത് എന്താ? റിക്കവർ ആവുക, നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരിക. സോ ഈ റിക്കവറി എന്ന സ്റ്റേജിൽ എന്താ നടക്കുന്നത്? റെസിഡുവൽ സ്ട്രെസ്സസ് റിമൂവ് ആകുന്നു. നമ്മൾ ഹീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാണ്. ആഫ്റ്റർ സം ടൈം നമ്മൾ വേറൊരു പർട്ടിക്കുലർ ടൈം എടുത്തു. ആ ടൈമിലുള്ള നമ്മുടെ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ നമ്മളൊരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് വീണ്ടും നോക്കുകയെന്ന് വിചാരിക്കാം. നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചറായി കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എന്താ പ്രത്യേകത നോക്കിയേ? ഇത് തമ്മിൽ തന്നെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ചെറിയ ചെറിയ ന്യൂക്ലിയസുകൾ കണ്ടോ ചെറിയ ന്യൂക്ലിയസുകൾ ഇങ്ങനെ ഫോം ചെയ്യാൻ തുടങ്ങും. ചെറിയ ന്യൂക്ലിയസുകൾ ഫോം ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ ഈ സ്റ്റേജിന് വിളിക്കുന്നവരാണ് ന്യൂക്ലിയേഷൻ അല്ലെങ്കിൽ റീക്രിസ്റ്റലൈസേഷൻ ന്യൂക്ലിയേഷൻ. ഷീറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. ആഫ്റ്റർ സം ടൈം നമ്മൾ വീണ്ടും ഒരു മൈക്രോസ്കോപ്പിൽ ഇതിൻ്റെ സ്ട്രക്ചർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി ഉണ്ടായിരുന്ന, അതായത് റിക്കവറിക്ക് ശേഷം ഉണ്ടായിരുന്ന ആ ഗ്രെയിൻസ് ആയിരിക്കില്ല ഇവിടെ, കംപ്ലീറ്റ് പുതിയ ന്യൂക്ലിയസുകൾ ഫോം ചെയ്യും, പുതിയ ഗ്രെയിനുകൾ ഫോം ചെയ്യും. സോ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഗ്രെയിൻ മാറിയിട്ട് ഫുൾ റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും. ഫുള്ളി റീക്രിസ്റ്റലൈസ്ഡ് ആവും. അതായത് ക്രിസ്റ്റൽസ് ഒക്കെ ഒന്ന് മാറിയിട്ട് പുതിയ രീതിയിൽ ഗ്രെയിൻസ് എന്ത് ചെയ്യും? ഫോം ചെയ്യും. ദെൻ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്ത് അവസാനം കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഈ പറയുന്ന മൈക്രോ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഫോം ചെയ്ത ഗ്രെയിനുകൾ വലുതാവുന്നതായിട്ട് കാണാൻ പറ്റും. സോ അതിനെ വിളിക്കുന്നവരാണെന്ത്? ഗ്രെയിൻ ഗ്രോത്ത്. സോ എന്തൊക്കെയാ സംഭവിക്കുന്നത്? റിക്കവറിയിൽ എന്നാ സംഭവിക്കുന്നത്? നമ്മുടെ റെസിഡുവൽ സ്ട്രെസ് റിമൂവ് ആവുന്നു. റീക്രിസ്റ്റലൈസേഷൻ ന്യൂക്ലിയേഷൻ അതിലെന്താ സംഭവിക്കുന്നത്? പുതിയ ന്യൂക്ലിയസുകൾ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ഫുൾ റീക്രിസ്റ്റലൈസേഷൻ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്റ്റൽ സ്ട്രക്ചറുമായിട്ട് പുതിയ ഗ്രെയിൻ ബൗണ്ടറീസ് ഫോം ചെയ്യുന്നു. ഗ്രെയിൻ ഗ്രോത്ത് ഫോം ചെയ്ത ഗ്രെയിനുകൾ എന്താകുന്നു? വലുതാകുന്നു. സോ ഇതാണ് എന്ത് സംഭവിക്കുന്നത്? ഈ കോൾഡ് വർക്ക് ചെയ്തൊരു മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്താൽ സംഭവിക്കുന്നത്. സോ എക്സ്പ്ലെയിൻ ദി ഫിനോമിന ഓഫ് റിക്കവറി, റീക്രിസ്റ്റലൈസേഷൻ, ഗ്രെയിൻ ഗ്രോത്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ജസ്റ്റ് ഫിഗർ വരയ്ക്കുക, എന്താണെന്ന് പറയുക. സോ ഇത് എന്താണെന്നുള്ളതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നൗ എന്താണ് ബോസ്റ്റിംഗർ എഫക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ബോസ്റ്റിംഗർ എഫക്റ്റ് എന്താണ്? ബോസ്റ്റിംഗർ എഫക്റ്റ് എന്ന് പറയാം. നമ്മൾ രണ്ട് മെറ്റീരിയൽ എടുത്തു. രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്യണം. രണ്ടിലേക്കും ഒരു ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ശേഷം ഈ രണ്ട് മെറ്റീരിയലിനെയും നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഒരു മെറ്റീരിയലിനെ വീണ്ടും ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു. ഒരു മെറ്റീരിയലിലേക്ക് വീണ്ടും ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നു. മറ്റേ മെറ്റീരിയലിലേക്ക് ഒരു കംപ്രസീവ് സ്ട്രെസ്സും അപ്ലൈ ചെയ്യുമെന്ന് വിചാരിക്കാം. ഓക്കെ, മറ്റേ മെറ്റീരിയലിലേക്ക് ഒരു കംപ്രസീവ് സ്ട്രെസ്സും അപ്ലൈ ചെയ്യുന്നു. എന്താണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കംപ്രസീവ് സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന ആ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ പെട്ടെന്ന് ഡിഫോം ചെയ്യാൻ തുടങ്ങും. അതായത് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്, അതായത് എത്ര സ്ട്രെസ് കൊടുത്താലാണ്, എത്ര ഫോഴ്സ് കൊടുത്താലാണ് ഡിഫോം ചെയ്യുന്നത് എന്നുള്ളത് കുറയും. ഈ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ബോസ്റ്റിംഗർ എഫക്റ്റ്. അതായത് ഒരു മെറ്റീരിയലിനെ നമ്മൾ ഫസ്റ്റ് ടെൻസൈൽ ഫോഴ്സ് കൊടുത്തു, അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് വീണ്ടും ഒരു കംപ്രസീവ് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് കുറയും, പെട്ടെന്ന് ആ മെറ്റീരിയൽ ഡീഫോം ചെയ്യും. ഓക്കെ, സോ ഇതിനെ വിളിക്കുന്നവരാണെന്ത്? ബോസ്റ്റിംഗർ എഫക്റ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് ആദ്യം നമ്മൾ ഫസ്റ്റ് മെറ്റീരിയൽ എന്താ ചെയ്തത്? ടെൻസൈൽ സ്ട്രെസ് കൊടുത്തു, അതിനെ വീണ്ടും നമ്മൾ ടെൻഷൻ കൊടുക്കുക ചെയ്യുന്നത്. സോ അതിൻ്റെ കംപ്രസീവ് സ്ട്രെസ്സിന് അതിൻ്റെ ഡിഫോർമേഷൻ വളരെ സ്ലോ ആയിട്ടായിരിക്കും നടക്കുക. കാരണം നമ്മൾ ടെൻഷൻ തന്നെ കൊടുക്കുന്നത്. പക്ഷെ കംപ്രഷൻ കൊടുക്കുന്ന ആ മെറ്റീരിയലിൽ പെട്ടെന്ന് ഡിഫോർമേഷൻ സംഭവിക്കും. ഈ എഫക്റ്റിനെ വിളിക്കുന്നവരാണിത് ബോസ്റ്റിംഗർ എഫക്റ്റ്. കൺസിഡർ ടു പീസസ് ഓഫ് സെയിം മെറ്റീരിയൽ സബ്ജക്റ്റഡ് ടു ഡിഫോർമേഷൻ ഡ്യൂ ടു ദി ആപ്ലിക്കേഷൻ ഓഫ് ടെൻസൈൽ സ്ട്രെസ്. രണ്ട് മെറ്റീരിയൽ എടുക്കുന്നു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ടെൻസൈൽ സ്ട്രെസ് കൊടുക്കുന്നു. ആഫ്റ്റർ ദിസ് ഫസ്റ്റ് വൺ ഈസ് സബ്ജക്റ്റഡ് ടു ടെൻസൈൽ സ്ട്രെസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സബ്ജക്റ്റഡ് ടു കംപ്രസീവ് സ്ട്രെസ്. ശേഷം ഫസ്റ്റിലേക്ക് ടെൻസൈൽ സ്ട്രെസ് കൊടുക്കുന്നു, രണ്ടാമത്തേലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്രസീവ് സ്ട്രെസ്സും കൊടുക്കുന്നു. It can be observed that the second one yield at a lower value of stress. രണ്ടാമത്തെ സാധനം എന്ത് ചെയ്യും? പെട്ടെന്ന് yield ആവും, പെട്ടെന്ന് ഡിഫോം സംഭവിക്കും compared to the first one. Okay, this means that compressive yield stress is less than the tensile yield stress. Okay, this phenomenon is known as Boestinger effect. ഇതിനെ വിളിക്കുന്നവരാണ് എന്ത്? Boestinger effect. In which എന്താ ബോസ്റ്റിംഗർ എഫക്റ്റ് എന്ന് പറയുന്നത്? മെറ്റീരിയൽ ഓൾറെഡി സബ്ജക്റ്റഡ് ടു ടെൻസൈൽ സ്ട്രെസ് ഷോസ് റിഡക്ഷൻ ഇൻ കംപ്രസീവ് സ്ട്രെങ്ത്. ടെൻസൈൽ സ്ട്രെസ് കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലിന് ആ മെറ്റീരിയലിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. ഓക്കെ, അതിന് വിളിക്കുന്നവരാണ് എന്ത്? ബോസ്റ്റിംഗർ എഫക്റ്റ് എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. നൗ
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഹൗ ദി അലോയിങ് affects the polymorphic transformation temperature and critical cooling rate of the steels. ഈ അലോയിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ അത് എങ്ങനെയാണ് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് ഓഫ് സ്റ്റീൽസിനെ അഫക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നെയിം എനി 6 അലോയിങ് എലമെന്റ്സ് ആൻഡ് ദെയർ കോൺസെൻട്രേഷൻ ആൻഡ് ദെയർ ഫംഗ്ഷൻസ് ആഡഡ് ടു സ്റ്റീൽ. ഏതെങ്കിലും ഒരു 6 അലോയിങ് എലമെന്റ്സിന്റെ ഫംഗ്ഷൻസും കോൺസെൻട്രേഷനും പറയാം. ഓക്കെ, സോ ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു 5-6 എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് അത് തരുന്ന അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ കോൺസെൻട്രേഷൻ എന്താണെന്നുള്ളത് കാണാതെ പഠിച്ചോളാം. ഓക്കെ, സോ അതിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ നിങ്ങൾ എക്സാമിന്റെ തലേന്ന് പഠിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ എക്സാമിന്റെ അന്ന് രാവിലെ ഒന്ന് പഠിച്ചിട്ട് പോവുക. കാരണം അത് നമ്മൾ ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ എക്സാമിന്റെ അന്ന് രാവിലെ നമ്മൾ ആ കോൺസെൻട്രേഷന്റെ വാല്യൂ പഠിക്കാം, ഫംഗ്ഷനൊക്കെ പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ അലോയിങ് എഫക്ട് ദി പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ ആൻഡ് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് നോക്കാം. സോ പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ ഇത് നമ്മുടെ അയൺ കാർബൺ ഡയഗ്രാം. സോ ഈ ടെമ്പറേച്ചർ ഉണ്ടാകും. ഈ ടെമ്പറേച്ചറിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ടെമ്പറേച്ചറിൽ വെച്ച് നമ്മുടെ ആൽഫ പ്ലസ് ഗാമ സ്ട്രക്ചറുള്ള അയൺ കംപ്ലീറ്റ് ആയിട്ട് ഗാമ ഓസ്റ്റനേറ്റ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അതായത് ഇതിൻ്റെ ഫേസ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറും. ആൽഫ പ്ലസ് ഗാമ എന്തായിട്ട് മാറുന്നു? ആൽഫ ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ഈ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ. സിമിലർലി ഈ ലൈൻ കണ്ടാ, ഈ ലൈൻ, ആ ലൈൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ ഗാമ അയൺ അഥവാ ഗാമ ഓസ്റ്റനേറ്റ് എന്തായിട്ട് മാറുകയാണ്? ഡെൽറ്റ ആയിട്ട് മാറുകയാണ് അല്ലേ? ഇതെന്താ? ഡെൽറ്റയാണ്. ഇത് ഡെൽറ്റ. ഇവിടെ എന്ത് സംഭവിക്കും? ഡെൽറ്റ പ്ലസ് ഗാമയായിട്ട് മാറും. ഓക്കെ, ഈ ലൈനിന്റെ അപ്പുറം എന്താവും? അത് ഡെൽറ്റ പ്ലസ് ഗാമയായിട്ട് മാറും. അയൺ കാർബൺ ഡയഗ്രത്തിലെ 2 ലൈനുകളാണ്. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ആൽഫ പ്ലസ് ഗാമ എന്ന് പറയുന്ന ആ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്തായിട്ട് മാറുന്നു? ഗാമയായിട്ട് മാറുന്നു. ഇവിടെ സംഭവിക്കുന്നു ഗാമ ഓസ്റ്റനേറ്റ് എന്തായിട്ട് മാറുന്നു? ഡെൽറ്റ പ്ലസ് ഗാമയായിട്ട് മാറുന്നു. സോ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. സോ ഈ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരുകളാണെന്ത്? പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഫേസിൽ നിന്ന് വേറെ ഫേസിലേക്ക് മാറുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ പറയുന്നത് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? പോളിമോർഫിക് ചേഞ്ചസ് ഇൻ പ്യുവർ അയൺ ആർ ദി ആൽഫ ഡെൽറ്റ ഗാമ ട്രാൻസ്ഫോർമേഷൻ ഒക്കറിങ് അറ്റ് ദി ടെമ്പറേച്ചർ A3 ആൻഡ് ഡെൽറ്റ ഗാമ ട്രാൻസ്ഫോർമേഷൻ ഒക്കറിങ് അറ്റ് ടെമ്പറേച്ചർ അറ്റ് A4. ഓക്കെ, അതായത് ഈ പറയുന്ന ഈ ലൈൻ കണ്ട, ഇതിനാണല്ലോ A3 ലൈൻ എന്ന് പറയുന്നത്, ഇതിനാണല്ലോ A4 എന്ന് പറയുന്നത്. സോ ഈ ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ സംഭവിക്കണം എന്ന് നോക്കിയേ. പ്യുവർ അയൺ എടുത്തു കഴിഞ്ഞാൽ ഇത് പ്യുവർ അയൺ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനാണ്. ഈ ടെമ്പറേച്ചറിൽ വെച്ച് സംഭവിക്കും ആൽഫ എന്തായിട്ട് മാറും? ഡെൽറ്റ ആയിട്ട് മാറും. ശരിയല്ലേ? ഈ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ആൽഫ അയൺ എന്തായിട്ട് മാറും? ഗാമ അയണായിട്ട് മാറും അല്ലേ? ഗാമ അയണായിട്ട് മാറും. അതുപോലെ ഈ ടെമ്പറേച്ചറിൽ വെച്ച് സംഭവിക്കുന്ന നമ്മുടെ ഗാമ അയൺ എന്തായിട്ട് മാറും? ഗാമ അയൺ ഡെൽറ്റ അയണായിട്ട് മാറും. സോ ഈ ഏരിയയിൽ എന്താണ്? ഡെൽറ്റ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. സോ ഈ ടെമ്പറേച്ചറിൽ വെച്ച് നമ്മുടെ ഗാമ അയൺ ഡെൽറ്റ അയണായിട്ട് മാറും. സോ ഈ ടെമ്പറേച്ചറിന് വിളിക്കുന്നവരാണ് A3 ടെമ്പറേച്ചർ. A3 അതിൻ്റെ പേര് അങ്ങനെയാണ്. ഓക്കെ, ഈ ടെമ്പറേച്ചർ വിളിക്കുന്നവരാണ് A4 ടെമ്പറേച്ചർ. അതായത് ഈ പറയുന്ന ഗാമ അയൺ ഡെൽറ്റ അയണായിട്ട് മാറുന്ന ടെമ്പറേച്ചറാണ് A4 ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഈ ടെമ്പറേച്ചറുകളാണ്, അതായത് ആൽഫ അയൺ ഗാമ അയണായിട്ട് മാറുന്ന ടെമ്പറേച്ചർ, ഗാമ അയൺ ഡെൽറ്റ അയണായിട്ട് മാറുന്ന ടെമ്പറേച്ചർ, ഈ ടെമ്പറേച്ചറുകൾ വിളിക്കുന്ന പേരാണെന്ത്? പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് അലോയിങ് എലമെന്റ്സ് ഈ പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മൊളിബ്ഡിനം ക്രോമിയം ടങ്സ്റ്റൺ സിലിക്കൺ, വനേഡിയം, ടൈറ്റാനിയം. ഓക്കെ, ഈ എലമെന്റ്സ് ഒക്കെ ഈ ഓസ്റ്റനൈറ്റ് റീജിയനെ കോൺട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. കോൺട്രാക്ട് ചെയ്യാൻ ഉള്ള ടെൻഡൻസി ഉണ്ട്. അതായത് ഈ ടെമ്പറേച്ചർ ലൈനിനെ അല്പം കൂടി മുകളിലേക്ക് റൈസ് ചെയ്യാൻ, അതായത് ഇങ്ങനെ മുകളിലേക്ക് റൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും. എന്ത്? ഈ പറഞ്ഞിരിക്കുന്ന സോ കോൾഡ് അലോയിങ് എലമെന്റ്സ്. അതുപോലെ ഈ ടെമ്പറേച്ചർ അല്പം കൂടി താഴത്തേക്ക് ലോവർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും. അതായത് ഈ പറയുന്ന ക്രോമിയം, ടങ്സ്റ്റൺ, സിലിക്കൺ തുടങ്ങിയ അലോയിങ് എലമെന്റ്സ് സ്റ്റീലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ A3 ടെമ്പറേച്ചർ ലൈനിനെ മുകളിലേക്കും A4 ടെമ്പറേച്ചർ ലൈനെ താഴത്തേക്കും കംപ്രസ് ചെയ്യാൻ, അഥവാ ഈ ഓസ്റ്റനേറ്റ് റീജിയനെ കോൺട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും. ഓക്കെ, സിമിലർലി
വേറെ ചില എലമെൻറ്റ്സ് അഥവാ സം അതർ എലമെൻറ്റ്സ് സച്ച് ആസ് നിക്കൽ, മാംഗനീസ്, കോപ്പർ, കൊബാൾട്ട് ഹാസ് ഓപ്പോസിറ്റ് എഫക്റ്റ്. ഇവ എന്ത് ചെയ്യും? ഈ പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചറിനെ A3 ലൈന് താഴത്തേക്കും A4 മുകളിലേക്കും, അതായത് ഓസ്റ്റനൈറ്റിനെ മാക്സിമം എൻലാർജ് ചെയ്യാൻ, ഓസ്റ്റനൈറ്റ് ഫേസിനെ മാക്സിമം എൻലാർജ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. സോ ദീസ് ആർ ദി എഫക്ട്സ് ഓഫ് അലോയിങ് എലമെന്റ്സ് ഓൺ പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ. എന്താണ്? ഇത്രേ ഉള്ളൂ. മോളിബ്ഡിനം, ക്രോമിയം, ടങ്സ്റ്റൺ, സിലിക്കൺ തുടങ്ങിയ എലമെന്റ്സ് ഒക്കെ ഈ പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചറിനെ, അതായത് A3നെ എന്ത് ചെയ്യും? മുകളിലേക്കും, റൈസ് ദി A3 ടെമ്പറേച്ചർ ആൻഡ് ലോവർ ദി A4 ടെമ്പറേച്ചർ. A3നെ മുകളിലേക്കും A4നെ എന്ത് ചെയ്യും? താഴത്തേക്കും കൊണ്ടുവരാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും. അതായത് ഇവിടെയുള്ള ഈ ടെമ്പറേച്ചറിന് അല്പം കൂടി താഴത്തെ ടെമ്പറേച്ചർ, ഇവിടെയുള്ള ടെമ്പറേച്ചറിനെ അല്പം കൂടി മുകളിലുള്ള ടെമ്പറേച്ചറിലേക്ക് ഒക്കെ കൊണ്ടുവരാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും. ഫലം എന്താണ്? ഓസ്റ്റനൈറ്റ് റീജിയനെ കോൺട്രാക്ട് ചെയ്യാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. സിമിലർലി വേറെ ചില എലമെന്റ്സ് ഏതൊക്കെയാണ്? ഈ പറയുന്ന നിക്കൽ, മാംഗനീസ്, കോപ്പർ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് അതിനുണ്ടാക്കുക. ഓക്കെ, സോ ഇതാണ് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചറിലുള്ള ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റൻ എന്താണ്? എങ്ങനെയാണ് ഇത് കൂളിംഗ് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ചില അലോയിങ് എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് എന്ത് ചെയ്യും? കുറയും. ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് കുറയും. അതായത് നമ്മുടെ ഈ കർവ്, അതായത് TTT ഡയഗ്രത്തിൽ ആ കർവ് ഉണ്ടല്ലോ, ട്രാൻസ്ഫോർമേഷൻ കർവ്, ആ കർവ് എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യും. റൈറ്റ് സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യും. അതായത് സപ്പോസ് നമ്മുടെ TTT ഡയഗ്രം എടുക്കാമെന്ന് വിചാരിക്കാം. TTT ഡയഗ്രത്തിൻ്റെ എക്സ് ആക്സിൽ ടൈമാണ്, വൈ ആക്സിൽ ടെമ്പറേച്ചറാണ്. ഓക്കെ, സോ അതിൻ്റെ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നമുക്കറിയാതെ അല്ലേ? ഈ രീതിയിലാണ് കർവ് വരുന്നത്. ശരിയല്ലേ? കുഴപ്പമില്ലല്ലോ. സോ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവ്, അതായത് ഈ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ മാക്സിമം ഇവിടെ മുട്ടിയാലും കുഴപ്പമില്ല, മുട്ടി നമ്മൾ താഴത്തേക്ക് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർട്ടൻ സൈറ്റ് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ഈ കർവ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? മാർട്ടൻ സൈറ്റ് ഫോം ചെയ്യില്ല, പകരം എന്തുണ്ടാവും? കുറച്ച് പേർലൈറ്റ് ഒക്കെ ഫോം ചെയ്യും അല്ലേ? ശരിയല്ലേ? രണ്ടാമത്തെ കർവ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പേർലൈറ്റ് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? സോ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കർവ് ഏത്? നമ്മുടെ പേർലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ കർവ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആവും. അതിൻ്റെ എഫക്റ്റ് എന്താ? അല്പം കൂടി ലോവർ കൂളിംഗ് റേറ്റിൽ കൂൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാർട്ടൻ സൈറ്റ് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടാവും. സോ അതാണ് എന്ത്? ഈ പറയുന്ന ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിലുള്ള എഫക്റ്റ് എന്ത് ചെയ്യും? അതിനെ ലോവർ ചെയ്യും. സോ ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ കർവ് ഈസ് ഡിസ്പ്ലേസ്ഡ് ടു ദി റൈറ്റ് ഡ്യൂ ടു മോസ്റ്റ് ഓഫ് ദി അലോയിങ് എലമെന്റ്സ് എക്സെപ്റ്റ് കൊബാൾട്ട്. കൊബാൾട്ട് ഒഴികെ വേറെ ഏത് അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്താലും ഈ പറയുന്ന ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് കർവ്, ഈ ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആകും. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ദി ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് റിക്വയർഡ് ഫോർ ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് മാർട്ടൻസൈറ്റ് ഈസ് ഡിക്രീസ്ഡ് ആൻഡ് ഹെൻസ് ലീഡിങ് ടു ദി ബെറ്റർ ഹാർഡനബിലിറ്റി. എന്താണ് ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് അല്പം കൂടി കുറഞ്ഞൊരു കൂളിംഗ് റേറ്റിൽ കൂൾ ചെയ്താലും മാർട്ടൻസൈറ്റ് കിട്ടും. ഓക്കെ, മാർട്ടൻസൈറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഹയർ ഹാർഡനബിലിറ്റി കിട്ടും എന്നാണ് പറയുന്നത്. ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഹാർഡനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ഡെപ്തിലേക്ക് നമുക്ക് ഹാർഡ്നെസ് കിട്ടും എന്നുള്ളതാണ് എന്ത്? ഹാർഡനബിലിറ്റി. ഓക്കെ, ഹാർഡനബിലിറ്റി വളരെ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സർഫസിൽ മാത്രം ഹാർഡ്നെസ് ഉള്ളൂ എന്നാണ്. ഓക്കെ, ഒരു മെറ്റീരിയലിൻ്റെ ഹാർഡനബിലിറ്റി കുറവാണെങ്കിൽ അതിൻ്റെ സർഫസിന് മാത്രം ഹാർഡ്നെസ് ഉള്ളൂ. ഹയർ ആണെങ്കിൽ അതിൻ്റെ ഡെപ്തിലേക്ക് ഹാർഡ്നെസ് ഉണ്ടെന്നുള്ളതാണ്. സോ നമുക്ക് അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കർവ്, ഈ ട്രാൻസ്ഫോർമേഷൻ കർവ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിന് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്പം കൂടി ലോവർ കൂളിംഗ് റേറ്റിൽ കൂൾ ചെയ്താലും മാർട്ടൻ സൈറ്റ് കിട്ടും, ഹാർഡനബിലിറ്റി കൂട്ടാനും പറ്റും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ ഇത്രയാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളൂ. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി എഫക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് അലോയിങ് എലമെന്റ്സ് എന്നുള്ളതാണ്. 6 അലോയിങ് എലമെന്റ്സിൻ്റെ എഫക്റ്റ് കാണിക്കണം. കംപ്ലീറ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഫസ്റ്റ് മാംഗനീസ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു മാംഗനീസ് എന്താണ്? മാംഗനീസ് സൾഫൈഡ് ഫോം ചെയ്യും. ഓക്കെ, മാംഗനീസ് സൾഫൈഡ് ഫോം ചെയ്യും. അതെന്ത് ചെയ്യും? നെഗറ്റീവ് എഫക്റ്റ് ഓഫ് സൾഫർ കണ്ടന്റ് അതിനെ റെഡ്യൂസ് ചെയ്യും. അതായത് ഈ സൾഫർ എന്ന് പറയുന്ന സാധനം നമുക്ക് അത്ര നല്ലതല്ല. നമ്മുടെ മെറ്റീരിയലിൽ ഒരു പരിധി വിട്ട് സൾഫർ ആയി കഴിഞ്ഞാൽ അതിന് പല പല നെഗറ്റീവ് എഫക്റ്റുകളുണ്ട്. സോ നമ്മൾ മാംഗനീസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സൾഫറിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യും? അത് റെഡ്യൂസ് ചെയ്തോളും. എങ്ങനെ? മാംഗനീസ് സൾഫറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മാംഗനീസ് സൾഫൈഡ് ഉണ്ടാകും. ഈ മാംഗനീസ് സൾഫൈഡ് സൾഫറിൻ്റെ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ,
ബാക്കിയുള്ളതൊക്കെ എല്ലാത്തിനും കോമൺ ആണ്. ഹാർഡനബിലിറ്റി ഇൻക്രീസ് ചെയ്യും, ഹാർഡ്നെസ്സും സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, ഹാർഡനബിലിറ്റി ഇൻക്രീസ് ചെയ്യും. കാണാതിരിക്കുക കേട്ടോ. കോമ്പോസിഷൻ എല്ലാം എക്സാമിൻ്റെ തലേന്ന് നമ്മൾ ഒന്ന് വായിക്കുക. അതുപോലെ തന്നെ എക്സാമിൻ്റെ അന്ന് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക, അല്ലെങ്കിൽ കോമ്പോസിഷൻ മറന്നു പോകും. ഓക്കെ. അടുത്ത മോളിബ്ഡിൻ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് മോളിബ്ഡിൻ എന്ന് പറയുന്നത്. ഇത് ഹൈ സ്ട്രെങ്ത് സ്ട്രക്ചറൽ സ്റ്റീലുകളാണ് സാധാരണ കാണപ്പെടുന്നത്, നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഹാർഡനബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇത് ബ്രിട്ടിൽനെസ് കുറയ്ക്കും. ഓക്കെ. അതുപോലെ തന്നെ മോളിബ്ഡിനം എൻഹാൻസസ് ദി എഫക്റ്റ് ഓഫ് അതർ അലോയിങ് എലമെന്റ്സിന്റെ എഫക്റ്റ് എന്ത് ചെയ്യും? എൻഹാൻസ് ചെയ്യും. ഓക്കെ. മറ്റുള്ളതിനൊക്കെ എന്ത് ചെയ്യും? ഒന്ന് പ്രൊമോട്ട് ചെയ്യും. ആര്? ഈ പറയുന്ന മോളിബ്ഡിൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് ക്രോമിയം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അലോയിങ് എലമെന്റ് ആണ്. മോസ്റ്റ് കോമൺ അലോയിങ് എലമെന്റ് ആണ് ഈ ക്രോമിയം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മോസ്റ്റ് കോമൺ അലോയിങ് എലമെന്റ് ഇൻ സ്റ്റീൽസ് അല്ലേ? ഓൾമോസ്റ്റ് ഓൾ സ്റ്റീൽസിലും ഈ പറയുന്ന ക്രോമിയം ഉണ്ട്. മെയിനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ. ദെൻ ഇറ്റ് ഫോംസ് കാർബൈഡ് ഹാവിങ് ഹൈ ഹാർഡ്നെസ് ആൻഡ് വിയർ റെസിസ്റ്റൻസ്. ക്രോമിയം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വിയർ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോമിയം വിയർ റെസിസ്റ്റൻസ് കൊണ്ടുവരുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യും? ഹാർഡനബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ. വിയർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ആഡഡ് ടു ടൂൾ സ്റ്റീൽസ്, സ്ട്രക്ചറൽ സ്റ്റീൽസ് ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽസ്. മെയിനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെ ഇത് എന്തായാലും നിർബന്ധമായിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ 12% അതിൽ കൂടുതലോ ക്രോമിയം ആഡ് ചെയ്യാറുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ളൊരു മെയിൻ കമ്പോണൻ്റ് ആണത് ക്രോമിയം എന്ന് പറയുന്നത്. അത് 12% മുകളിൽ മിനിമം 12% ക്രോമിയം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ആഡ് ചെയ്യാറുണ്ട്. അടുത്ത ടങ്സ്റ്റൺ ഒരു കാർബൈഡ് പ്രൊമോട്ടറാണ്. ടങ്സ്റ്റൺ ഇട്ട് കഴിഞ്ഞാൽ കാർബൈഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അതിനർത്ഥം എന്താണ്? കാർബൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഹാർഡ്നെസ് കൂടും. സോ ടങ്സ്റ്റൺ എന്ന അലോയിങ് എലമെന്റ് നമ്മൾ സ്റ്റീലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെരി ഹൈ ഹാർഡ്നെസ് ഉള്ള അലോയി ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ടങ്സ്റ്റൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹാർഡ്നെസ് കൂട്ടുക. ഹാർഡ്നെസ് അതിന് കൂട്ടുന്നത് കാർബൈഡ് ഫോം ചെയ്യിപ്പിച്ചിട്ട് ഹാർഡ്നെസ് കൂട്ടും. എക്സലന്റ് വിയർ റെസിസ്റ്റൻസ് ആൻഡ് ഹാർഡ്നെസ് ഉണ്ടോ? എക്സലന്റ് വിയർ റെസിസ്റ്റൻസും ഹാർഡ്നെസ്സും കൊണ്ടുവരുന്ന സാധനമാണ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹാർഡ്നെസ്സും വിയർ റെസിസ്റ്റൻസും കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതെന്താണ്? മോളിബ്ഡിനത്തിൻ്റെ അതേ ഫംഗ്ഷൻസ് എല്ലാം ഇത് ചെയ്യും. ഓക്കെ. മോളിബ്ഡിനം എന്ന് പറഞ്ഞാൽ അല്പം എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. ടങ്സ്റ്റൺ എന്താണ്? എക്സ്പെൻസീവ് ആണ്. ഓക്കെ. മോളിബ്ഡിനം ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസ് ഇത് ചെയ്യുന്നു. അതുപോലെ ഇതെന്താ? എക്സ്പെൻസീവ് ആണ്. അടുത്ത് കൊബാൾട്ട് എടുത്തു കഴിഞ്ഞാൽ കൊബാൾട്ട് എന്ത് ചെയ്യും? വിയർ റെസിസ്റ്റൻസ് കുറയ്ക്കും. ഓക്കെ. ഇൻക്രീസസ് ദി വിയർ റെസിസ്റ്റൻസ് കൂട്ടുന്നു. പിന്നെന്താണ്? കൊറോഷൻ റെസിസ്റ്റൻസ് കൂട്ടുന്നു. ഓക്കെ. അതുപോലെ ഇത് റെഡ് ഹാർഡ്നെസ് കൂട്ടും. റെഡ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ അതായത് ഹയർ ടെമ്പറേച്ചറിൽ ഹാർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റീനെയാണ് റെഡ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ചില എലമെന്റ്സ് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹയർ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? ആ സോഫ്റ്റ് ആയിട്ട് പോകും. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹാർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഹയർ ടെമ്പറേച്ചറിൽ അത് സോഫ്റ്റ് ആയിട്ട് മാറും. സോ ഈ കൊബാൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ഹാർഡ്നെസ് കൂട്ടാൻ പറ്റും. ഇറ്റ് ഇൻക്രീസസ് ദി കട്ടിംഗ് എഫിഷ്യൻസി ആൻഡ് ഹാർഡ്നെസ് ഓഫ് ടൂൾസ്. ഓക്കെ. കോപ്പറിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്. കോപ്പറിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? കൊറോഷൻ റെസിസ്റ്റൻസ്. കോപ്പർ ആഡ് ചെയ്യുന്നത് കൊറോഷൻ ഉണ്ടാവില്ല. കോപ്പറിന് കണ്ടമാനം അലോയ്സ് ഉണ്ട്. എന്തോരം അലോയ്സ് കോപ്പർ ഉണ്ടാക്കണമെന്ന് അറിയാമോ? കാരണം അതിൻ്റെ പ്രൈമറി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ കോപ്പർ നമ്മൾ സ്റ്റീലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിസിപ്പിറ്റേഷൻ ഹാർഡനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. നമ്മൾ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ മോഡ്യൂൾ 4 നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ആർ ദി സ്ട്രെങ്തനിങ് മെത്തേഡ്സ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. അതിലൊരു മെത്തേഡാണിത് പ്രിസിപ്പിറ്റേഷൻ ഹാർഡനിങ്. സോ ഇങ്ങനെ പ്രിസിപ്പിറ്റേഷൻ ഹാർഡനിങ് പ്രൊമോട്ട് ചെയ്യും കോപ്പർ എന്ന് പറയുന്ന മെറ്റീരിയൽ. ഓക്കെ. സോ ഇത്രയാണ് ഡിഫറെൻറ്റ് 6 അലോയിങ് എലമെൻസിൻ്റെ എഫക്റ്റാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 6 പറഞ്ഞിരുന്നു. സോ മൊഡ്യൂൾ 4 നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.